ഈശോമിശിഹായിലെ പ്രിയപ്പെട്ടവരെ, നമുക്കിന്ന് 89ാമത്തെ സങ്കീർത്തനം ഒന്ന് ധ്യാനിച്ചാലോ? 52 തിരുവചനങ്ങളുള്ള സങ്കീർത്തനമാണ്. ദാവീദിനോട് ചെയ്ത ഉടമ്പടി അനുസ്മരിക്കണമേ എന്നുള്ള തലക്കെട്ട്. എല്ലാം നഷ്ടമായെന്ന് തോന്നുമ്പോഴും പ്രാർത്ഥനയും ദൈവസ്തുതികളും നമ്മെ ശക്തരാക്കുമെന്ന് സങ്കീർത്തകൻ പറയുന്നു. ഈ 52 പദങ്ങളുള്ള സങ്കീർത്തനത്തിന്റെ കേന്ദ്ര ബിന്ദു അതിന്റെ അവസാന ഭാഗങ്ങളിൽ ആണ് പ്രതിപാദിച്ചിരിക്കുന്നത്. ദൈവം ഉടമ്പടിയിൽ നിന്ന് പിൻവലിക്കില്ലെന്നും അത് അചഞ്ചലമാണെന്നുമുള്ള ഒരു വിശ്വാസമാണ്. ദൈവവുമായിട്ടുള്ള വിശ്വസ്തതയും ഉടമ്പടിയും എല്ലാ നിമിഷത്തിലും ഏറ്റുപറയുകയാണ് ഈ സങ്കീർത്തനത്തിൽ. 3 പ്രധാന വിഷയങ്ങളാണ് ഈ സങ്കീർത്തനം ഊന്നി പറയുന്നത്. ഒന്നാമതായിട്ട് ദാവീദുമായിട്ടുള്ള ഉടമ്പടി, രണ്ടാമതായി എല്ലാ സൃഷ്ടവസ്തുക്കളുടെയും മേല് കർത്താവിനുള്ള അധികാരം, മൂന്നാമതായി ആരാധകരുടെ മേലുള്ള അനുഗ്രഹാശിസ്സുകൾ. ഈ 3 കാര്യങ്ങളാണ് പറയുന്നത്. ചരിത്രത്തിൽ ഏറെ പരാജയങ്ങൾ വന്നടിച്ചിട്ടുണ്ടെങ്കിലും അവയെല്ലാം അവസാനം ദൈവം വിജയമാക്കുകയാണ് ചെയ്യുന്നത്. ദാവീദ് രാജാവിന്റെ തുടർച്ച ദൈവത്തിന്റെ രാജാധികാരത്തിന്റെ തുടർച്ച തന്നെയാണ്. ദാവീദിന്റെയും അവന്റെ വംശത്തിന്റെയും സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഇതിലെ പ്രധാന ഒരു സന്ദേശം. കർത്താവിന്റെ ഉടമ്പടിയും കാരുണ്യവും വിശ്വസ്തതയും സങ്കീർത്തനം ഏറ്റുപറയുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, മനുഷ്യകുലവുമായിട്ടും ഞങ്ങളുമായിട്ടുള്ള ഉടമ്പടി അങ്ങ് വിസ്മരിക്കരുതേ. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ജീവിതത്തിന്റെ മേൽ അധികാരമുള്ളത്. ഞങ്ങളുടെ ജീവിതത്തിൽ ഏറെ പരാജയങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അവയെല്ലാം ഞങ്ങൾ മറന്നുകൊണ്ട് തിരുസന്നിധിയിൽ അഭയം ഗമിക്കുന്നു. ഈശോയെ, നിന്റെ കാരുണ്യവും വിശ്വസ്തതയും ഞങ്ങൾ ഏറ്റുപറയുന്നു. ഞങ്ങളോട് കനിവുണ്ടായിരിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തെ മുഴുവനും ഇതാ തിരുസന്നിധിയിൽ ഇന്നത്തെ ദിവസം പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു. ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. ദൈവസമർത്ഥമായിട്ട് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.